നമസ്കാരം. റിലയബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ അതാണ് സാധാരണക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എല്ലാവരുടെയും ആവശ്യം അത് തന്നെയാണ്. ഇലക്ട്രിക് കാർ വാങ്ങുന്ന എല്ലാ ആളുകളും ICE വേർഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാറുകളുടെ റിലയബിലിറ്റിയുടെ മുകളിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വെക്കാറുണ്ട്. പക്ഷേ കിയ എന്ന് പറയുന്ന മാനുഫാക്ചർ കിയയുടെ വാഹനങ്ങൾ ഇലക്ട്രിക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താരതമ്യേന കംപ്ലയിൻസ് വളരെ കുറവാണ്. കിയയുടെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഈ GMP പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്കും കംപ്ലയിൻസ് താരതമ്യേന കുറവാണ്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രസൽസ് മോട്ടോർ ഷോയിൽ കിയ അവരുടെ ഏറ്റവും ചെറിയ ഇലക്ട്രിക് കാറിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. EV2 എന്നാണ് അതിൻ്റെ പേര്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണ്. സിറോസിൻ്റെ ഇലക്ട്രിക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. ചിലപ്പോൾ അതിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വാഹനവും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത്തരത്തിൽ നല്ല അഫോർഡബിൾ റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്നൊരു വാഹനം, അല്ലെങ്കിൽ റേഞ്ച് നൽകുന്നൊരു വാഹനം, ഏറ്റവും പ്രധാനമായിട്ടും ഇലക്ട്രിക് ആകുമ്പോഴത്തേക്കും നല്ല റേഞ്ച്, അതുമാത്രമല്ല ഈസി ടു മെയിൻറ്റെയിൻ, ഏറ്റവും പ്രധാനമായിട്ടും നല്ല സർവീസൊക്കെ ലഭിക്കണം. അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇത്രയധികം ഒരു പാരമ്പര്യമുള്ള ഒരു വാഹന നിർമ്മാതാവിൽ നിന്നും, ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വാഹന നിർമ്മാതാവിൽ നിന്നും ഇത്തരത്തിലൊരു വാഹനം വരുന്നു എന്നുള്ള വാർത്ത തികച്ചും ശുഭകരമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനം ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യുന്നത് ഫോക്സ് വാഗൻ്റെ ID ക്രോസുമായിട്ടും പിന്നെ റെനോയുടെ ഇലക്ട്രിക് കാറായിട്ടുള്ള റെനോ 4ഉമായിട്ടാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എല്ലാ മാനുഫാക്ചേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളുടെ എല്ലാം ഫ്രണ്ട് ഫേഷ്യ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് ടാറ്റയുടെ വാഹനമാണ്. ഇപ്പോൾ ടാറ്റയുടെ ആൾട്രോസ് ആണെന്നുണ്ടെങ്കിലും, വരാൻ പോകുന്ന പഞ്ച് ആണെന്നുണ്ടെങ്കിലും, കേവ് ആണെന്നുണ്ടെങ്കിലും, നെക്സോൺ ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഏകദേശം സെയിം മുഖഭാവമാണുള്ളത്. സൈസിലും ഡയമെൻഷൻസിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് കാണുമ്പോൾ അറിയാം അത് ഇന്ന വാഹന നിർമ്മാതാവിൻ്റെ വാഹനമാണ്. അതുപോലത്തെ ഒരു ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജിലാണ് കിയയുടെ വാഹനങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ കിയയുടെ സിറോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും, അതല്ലെന്നുണ്ടെങ്കിൽ ക്ലാവിസിൻ്റെ EV ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഏകദേശം എല്ലാം ഒരു സിമിലർ പാറ്റേൺ ആണ് ഡിസൈൻ ലാംഗ്വേജ്. ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്നാണ് ആ ഒരു ഡിസൈൻ ലാംഗ്വേജിനെ അവർ പറയുന്നത്. ഇവിടെ ഈ ഒരു വാഹനവും കിയ EV2 എന്ന് പറയുന്ന വാഹനവും ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ബാറ്ററി പാക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ബാറ്ററി പാക്കിനനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ച് പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 42.2 kWh LFP ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ലോങ് റേഞ്ചിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 61 kWh NMC ബാറ്ററി പാക്കാണ്. 42.2 kWh LFP ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 61 kWh ഏറ്റവും ലോങ് റേഞ്ച് മോഡലിന് NMC ബാറ്ററി പാക്കാണ് കൊടുത്തുള്ളത്. ഇപ്പോൾ കിയ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും, കിയ എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, ഹ്യുണ്ടായുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം NMC ബാറ്ററി പാക്ക് തന്നെയാണ് ക്രെറ്റയുടെ ഇലക്ട്രിക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് റേഞ്ച് എന്ന് പറയുന്ന 42.2 kWh LFP ബാറ്ററി ആ ഒരു വാഹനം നൽകുന്നത് 317 കിലോമീറ്ററാണ്. അതിൻ്റെ മോട്ടർ 147 bhp പവറാണ്. ഫ്രണ്ട് മൗണ്ടഡ് മോട്ടറാണ് വന്നിട്ടുള്ളത്. എന്നാൽ ലോങ് റേഞ്ച് ആയിട്ടുള്ള 61 kWh ബാറ്ററി പാക്കുള്ള NMC ബാറ്ററി പാക്കുള്ള ആ ഒരു വേരിയൻറ്റിന് 448 കിലോമീറ്ററാണ് WLTP റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഇതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ മോട്ടറിൻ്റെ പവർ കുറച്ചിട്ടുണ്ട്. 136 bhp ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൻ്റെ മോട്ടറിന് പവർ കൂടുതലാണ്, 147 bhp ആണ്. പക്ഷേ ലോങ് റേഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്കും 136 bhp ആയിട്ട് അത് കുറച്ചു എന്നുള്ളതാണ്. പിന്നെ ചാർജിങ് സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് 400 വോൾട്ടിൻ്റെ ഒരു സിസ്റ്റമാണ്, ഒരു ഇലക്ട്രിക് സിസ്റ്റമാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 10 to 80% ഒക്കെ വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഒരു അണ്ടർ 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിശ്വാസം. കമ്പനി ഒഫീഷ്യലി ഈ ഒരു കാര്യമൊന്നും വെളിയിലേക്ക് വിട്ടിട്ടില്ല. എന്നാൽ പോലും ഫാസ്റ്റ് ചാർജറിൻ്റെ സപ്പോർട്ടോട് കൂടി ഈ 10 to 80% വരാനായിട്ട് 30 മിനിറ്റ്സ് മതിയായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയയുടെ വാഹനങ്ങളെല്ലാം വളരെ പ്രീമിയമാണ്. അതായത് 12.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്, 5.3 ഇഞ്ചിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ടച്ച് സ്ക്രീനാണ്, സെൻട്രൽ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട്, അത് 12.3 ഇഞ്ചിൻ്റെ തന്നെയാണ്. അപ്പോൾ 12.3 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും 12.3 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും
5.3 ഇഞ്ചിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ ഡിസ്പ്ലേ വന്നു. അപ്പോൾ ഈ ക്ലൈമറ്റ് കൺട്രോൾ ഡിസ്പ്ലേ ഒക്കെ ഇത്തരത്തിൽ ടച്ച് ആകുമ്പോഴത്തേക്കും അത് മാക്സിമം അങ്ങോട്ട് യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മാത്രമല്ല കിയ യൂസ് ചെയ്യുന്നത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ OTA അപ്ഡേഷനൊക്കെ വളരെ എൻഹാൻസ് ചെയ്യത്തക്ക രീതിയിൽ കോസ്റ്റ് വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് LITE ലൈറ്റ് വേർഷനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കിയ EV2 എന്ന് പറയുന്ന ഈ വാഹനത്തിനകത്തുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ലൈറ്റ് വേർഷൻ ഓഫ് കിയയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീൽ സൈസ് 16 ഇഞ്ച് മുതൽ 18 ഇഞ്ച് വരെ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു GT ലൈൻ വേരിയൻ്റൊക്കെ വരും എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകൾ അങ്ങനെയാണ് വരുന്നത്. 19 ഇഞ്ചൊക്കെ വരുമോ എന്നുള്ളത്. കാരണം ഇത്തരത്തിലൊരു വാഹനം പിന്നെ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4060 മില്ലിമീറ്റർ ലെങ്ത് ഉണ്ട്, 1800 മില്ലിമീറ്റർ വിഡ്ത്ത് ഉണ്ട്. അതുമാത്രമല്ല വീൽ ബേസ് 2565 മില്ലിമീറ്ററാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും ഈ ഒരു വാഹനം വളരെ ചെറുതാണ് എന്ന്. എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്? കിയയുടെ ലൈനപ്പിലുള്ള 6 ഇലക്ട്രിക് കാറുകളിൽ ഏറ്റവും ചെറിയ വാഹനം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ അവർ ഈ ഒരു വാഹനത്തെ അവതരിപ്പിച്ചത്. ഇന്ത്യയിലേക്ക് ഏതായാലും വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും സിറോസിൻ്റെ EV ആയിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ഒരുപാട് അംശങ്ങൾ ആ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.